നമ്മുടെ ലേ ലഡാക്ക് യാത്രയിൽ ഇപ്പോൾ നമ്മളുള്ളത് ശ്രീനഗറിലാണ് കേട്ടോ. ശ്രീനഗറിൽ ദാൽ ലേക്കിലെ താമസമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്, ലേയിലേക്ക് പോവുകയാണ് കേട്ടോ. ശ്രീനഗറിൽ നിന്ന് സോനാമാർഗ് വഴി കാർഗിൽ ലേ വഴിയാണിത്. സോനാമാർഗിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല വ്യൂ, അടിപൊളി. നോക്കാം, ആ മലയിലേക്ക് നോക്കിയേ, സ്നോയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ വയനാടൻ ചുരം കയറാൻ പോകുന്നല്ലേ, അടിവാരം ആണിപ്പോൾ ഓൾറെഡി. എന്നാ കുത്തനെ കയറുന്നത് നോക്കും മുകളിലേക്ക്. ഏറ്റവും മുകളിൽ കുറച്ച് ഐസേ ഉള്ളല്ലേ ഒരുക്കി തരാൻ, ഏറ്റവും മുകളിൽ കുറച്ചേ ഉള്ളൂ. ശരിക്കും ഇവിടെയൊക്കെ ഈ താഴ്ഭാഗത്ത് വരെയും മഞ്ഞുകാലത്ത് നന്നായിട്ട് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ്. മഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ മലയിൽ മുഴുവൻ വെള്ളം ഒഴുകി കല്ലെല്ലാം തെളിഞ്ഞ് ഐസ് ഉരുകി വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ. മഞ്ഞിനെ തേടിയുള്ള യാത്രയിലാണ്. അതെ, മഞ്ഞിനെ തേടിയുള്ള യാത്രയിലാണ്. ഇതാ റാഫ്റ്റിങ്ങിന്റെ സ്റ്റേഷൻ കേട്ടോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ, ഇവിടുന്ന് ഓട്ടോറിക്ഷ വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധനം. ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറം കാണുന്നുണ്ടോ പുഴ കണ്ടോ? ആ പുഴയിലൂടെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടുന്ന്. സോനമാർഗ് എത്തിയിട്ട് അങ്ങനെ പോരെ? വീഡിയോ എടുത്തോ? സോനമാർഗ് ലേ 368 കിലോമീറ്റർ. കാർഗിൽ 345 കിലോമീറ്റർ. നമ്മള് സോനാമാർഗിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. സോനാമാർഗിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഐസിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. ഐസ് സോനമാർഗ് എത്തിയതേ ഉള്ളൂ, ഇനി ആ കയറ്റം തുടങ്ങുന്നേ ഉള്ളൂ ശരിക്കും. അപ്പോൾ തന്നെ ഐസ് കാണാൻ തുടങ്ങി. അപ്പോൾ സോജില പാസിലൊക്കെ നല്ല ഐസിന്റെ കളിയായിരിക്കും കേട്ടോ. ഇതിന്റെ മുകളിലുള്ള കുന്ന് കാണാനൊക്കെ എത്ര ഹൈറ്റിൽ ഇറങ്ങുന്നത്. ഇതാണപ്പോ ഐസ് ഗ്ലേഷ്യർ എന്ന് പറയും. പിന്നെ ഐസ് ഗ്ലേഷ്യർ ആണ്. ഇവിടെ ഉള്ള സ്ഥലം കയറേ ചെറിയ പക്ഷേ നടക്കും. കുറച്ചുകൂടെ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റണം. കോൺവോയി ആയിട്ട് ഇങ്ങനെ നിറയെ പട്ടാള വണ്ടി തന്നെയാണ് കേട്ടോ. എപ്പോഴും ഇഷ്ടം പോലെ പട്ടാള വണ്ടികളെ പോവും. ഇത് കേട്ടോ, മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന നോക്ക്. ഈ ഐസുകൾ ഇങ്ങനെ ഉരുകി വരുന്നതാണ് മുകളിൽ നിന്ന്. എന്നാ ഹൈറ്റിലെന്നൊക്കെ ഒരു 1.5 കിലോമീറ്ററെങ്കിലും ഹൈറ്റ് ഉണ്ട് കേട്ടോ മുകളിലേക്ക്. ഏറ്റവും മുകളിലേക്ക് ഇവിടുന്ന് തന്നെ അത്രയ്ക്ക് ഹൈറ്റാണ്. നമുക്ക് മൊബൈലിൽ വീഡിയോ എടുത്ത് കാണുമ്പോൾ അതിൻ്റെ ഹൈറ്റ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഇങ്ങനെ മുകളിൽ നിന്നുള്ള ഐസൊക്കെ ഉരുകി വരുന്ന വെള്ളമാണ് ഈ നദിയിൽ. ഈ വേനൽക്കാലത്ത് പോലും, മഴയില്ലാത്ത കാലത്ത് പോലും ഈ നദിയിൽ ഇതുപോലെ വെള്ളം നിറഞ്ഞൊഴുകുന്നത് ഈ ഐസ് ഉരുകി വരുന്ന വെള്ളമാണ്. ഇത് കണ്ടോ, ഈ നദിയുടെ പേരാണ് സിന്ധ് നദിയാണ് കേട്ടോ. സിന്ധുവും ഒന്നാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ വെള്ളം നോക്ക്, പുഴ നിറഞ്ഞൊഴുകുന്നു, നല്ല കുത്തി ഒഴുകുന്നു വെള്ളം. കേട്ടോ,
ഐസ് ഉരുകി ഇതുപോലെ വരുന്ന വെള്ളമാണ് ഈ പുഴയിലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത്. സോനാമാർഗിൻ്റെ ഒരു ബ്യൂട്ടിയാണ് കേട്ടോ അത്. ആഹാ, ഒരു ഏപ്രിൽ മാസമൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ല സ്നോയിൽ മുങ്ങിക്കിടക്കും. ഈ റോഡും കാര്യം ഒക്കെ ഫുള്ള് സ്നോയിലായിരിക്കും. കണ്ടോ പൈൻ ട്രീസ്. ഇനിയും ഉരുകി തീരാത്ത ഗ്ലേഷ്യേഴ്സാണ് ആ കാണുന്നത്. ഇച്ചിരി ഒന്ന് സൂമാക്കിയാൽ കുറേ കൂടെ ക്ലിയർ ആയിട്ട്. വാ എന്തൊരു ഭംഗിയാണ്. ഇപ്പം നല്ല ചൂടാണ് ഇവിടെ കേട്ടോ. ഈ ചൂടത്ത് പോലും ഐസ് ഇങ്ങനെ ഉരുകാതെ സൈഡിൽ നിൽക്കുന്നു. 30 ഡിഗ്രിയുടെ മുകളിലാണ് അപ്പോൾ ചൂട് ശരിക്കും കാണിക്കുന്നത്. നേരിട്ടടിക്കുന്ന സൂര്യന് നല്ല ചൂടാണ്, പക്ഷെ ഒരു തണുപ്പത്തേക്ക് നിന്നാൽ നല്ല തണുപ്പ്. സിന്ധു നദി ഇതാ താഴെക്കോടെ ഒഴുകുന്നു. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. കാർഗിൽ, ലേ എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള റോഡുകളുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. പുതിയ റോഡ് വരുന്നുണ്ട്. 2-3 വർഷത്തിനുള്ളിൽ മിക്കവാറും പുതിയ റോഡാവും. സോനാമാർഗ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ആണ് ഒരു ചായക്കട. ഒരു ചായയൊക്കെ കുടിച്ച് പോവാം. താഴെക്കൂടെ സിന്ധു നദി. അവിടെ എന്തോ ഒരു ടണലോ എന്തോ വരുന്നുണ്ടല്ലോ. ഒരു ടണലെന്തോ ആ ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ. അടിപൊളി മലകൾക്കുള്ളിക്കൂടെയുള്ള മനോഹരമായ യാത്ര. സോനാമാർഗിൽ നിന്ന് കാർഗിലിലേക്കുള്ള വഴിയാണ്. സോജില പാസ് എത്തിയില്ല. സോജില പാസിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴേ. നല്ല അതിമനോഹരമായ റൂട്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല, അതിനേക്കാൾ നല്ല ഭംഗിയാണിത്. ആ കളർഫുൾ അതിൻ്റെ ഈ കുന്നുകളുടെ ഈ വലിയ വലിയ മലകളുടെ ഹൈറ്റൊന്നും നമുക്ക് വീഡിയോയിൽ അസ്യൂം ചെയ്യാൻ കഴിയില്ല. ഭീകര മലകളാണ് ഈ കാണുന്നത്, 2 സൈഡിലും കാണുന്നത്. ഇതിനൊക്കെ അങ്ങ് ഹൈറ്റ് അങ്ങുണ്ട്. ഇത് മുഴുവൻ പൈൻ ട്രീസ് ആണ് കേട്ടോ. ഇപ്പം മുമ്പിൽ ഐസ് വീണ് കിടക്കുന്ന മലയൊക്കെ വലിയ മലയായിട്ട് നമുക്ക് തോന്നൂല, പക്ഷെ എന്നാ ഭീകര മലയാണെന്നറിയാം. നമുക്ക് നേരിട്ട് കാണുമ്പോൾ തോന്നും, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ തോന്നൂല. ഇതൊക്കെ ഇവിടെ മുഴുവൻ ആടുകളാണ് കേട്ടോ. ആട്ടിടയന്മാരും ഉണ്ട്, പട്ടാളക്കാരും ഉണ്ട്. എല്ലാ രാജ്യത്തും എന്താ ആട് ഈ സമയത്ത് ഇഷ്ടം പോലെ പുല്ലാട്ടോ. ആടിനെ തീറ്റാൻ ആട്ടിടയന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതുണ്ടോ? ഐസ് വരുമ്പോഴത്തേക്കും കുടുങ്ങി. ഐസ് വീണ് കഴിഞ്ഞാൽ പിന്നെ പുല്ലെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അന്നേരമാണ് ഇവർ കുടുങ്ങി പോകുന്നത്. എവിടെ അങ്ങ് ശ്രീനഗറിൽ എവിടെ ഐസ് വീഴും. അപ്പം പിന്നെ എന്ത് ചെയ്യും അവര്?
പട്ടാളത്തിന്റെ കോൺവോയ് ആണ് കേട്ടോ. ജോബി വണ്ടി ഇങ്ങനെ ഓടിച്ചു പോയിട്ട് ഉള്ളത് സ്വപ്നങ്ങളിൽ മാത്രമല്ലേ? പപ്പു പറഞ്ഞാല് പപ്പു പറഞ്ഞാല് താഴേക്ക് വലിയ കൊക്ക മുത്തശ്ശിയൊരു വിളിയാ ഉണക്ക വാഴത്തടയില് തടഞ്ഞങ്ങ് നിന്നു അല്ലേ? കാശടിച്ചു പറ്റാൻ വേണ്ടിട്ട് ഓരോരപ്പുറം കൊണ്ട് വരും. എംസാന്റിന്റെ ഫാക്ടറി ഓരോണ്ടല്ലേ? നോക്ക് മൊത്തം ഇടിഞ്ഞു പോന്നിട്ടേ, മൊത്തം ഇടിഞ്ഞു പോകുന്ന കേട്ടോ. നമ്മുടെ വീടിന്റെ റോഡൊക്കെ കോൺക്രീറ്റ് ആണെങ്കിലേ നോക്ക്, അടിപൊളി അല്ലെ? നമ്മുടെ ഈ റോഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ ബേസ്മെന്റ് ആയിട്ട് അവര് ഇത് ഇടുവല്ലേ, സോളിങ് ഇടുവല്ലേ, അതിന് ഈ മണ്ണ് നേരെ കൂടി അവിടെ കൊണ്ടിട്ടാ മതി. അങ്ങനെയൊക്കെ ചെയ്തേ. ഇവിടെ അത്ര എളുപ്പമുണ്ട്. എവിടെ നോക്കിയാലും പട്ടാളം കേട്ടോ. വഴി നീളെ പട്ടാളത്തിന്റെ ഫുൾ സെക്യൂരിറ്റിയിലാണ് നമ്മളുള്ളത്. ഞാൻ പട്ടാളത്തിന്റെ നിൽക്കുന്ന വീഡിയോസ് പരമാവധി ഒഴിവാക്കുന്നതാണ്. അതുകൊണ്ടാണ് പട്ടാളക്കാർ എല്ലാ വളവിലും എല്ലായിടത്തും ഈ പട്ടാളക്കാർ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടിയുന്നുണ്ട് കേട്ടോ. അത് ഇപ്പൊ ഇടിഞ്ഞു പോയതാണ്. ഇടിഞ്ഞു പോയതിന്റെ റിപ്പയറിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി. ഇതിന്റെ മുകളിലേക്കൊക്കെ നോക്കിയാൽ പേടിയാവും കേട്ടോ. കല്ലുകളൊക്കെ ഏത് സമയത്തും പോരാ. ചെറിയ ഒരു ഇവിടെ നിന്നൊക്കെ ഐസ് ഉരുക്കി വെള്ളം വരുന്നുണ്ട്. ഏത് നിമിഷം ഇതൊക്കെ ഭും നിങ്ങ പോരാ. സമയം നല്ലതല്ലെങ്കിൽ പണി കിട്ടാൻ ഇഷ്ടം പോലെ അവസരം. ഇതെന്താ കല്ലുകളൊക്കെ ഇങ്ങനെ ചീളുകളായി നിൽക്കുന്നു. സോജില പാസിലേക്കുള്ള ഈ വഴിയുണ്ടല്ലോ, ഇത് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സോജില ടണൽ വരുന്നുണ്ട്. നമ്മളെന്നാ താഴെ ഒരു ടണലിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് സോജില ടണലാണ്. അവിടെ നിന്നാണ് ടണൽ കയറി നേരെ സോജില പാസും കഴിഞ്ഞ് അപ്പുറത്താണ് ഈ ടണൽ പോയി ഓപ്പൺ ആകുന്നത്. അതോടുകൂടി ഈ സോജില പാസ് എന്നൊരു ഈ റോഡ് അപ്രസക്തമാകും. ഇത് നിലനിർത്തുമോ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നിലനിർത്തുമോ എന്നറിയില്ല. ഈ പൈപ്പ് എന്തിനാ കൊണ്ടുവന്നറിയോ? ഓരോ മീറ്റർ മുറിച്ച് പട്ടാൾക്കാർക്ക് കൊടുക്കും. റോട്ടിൽ വരുന്ന ആൾക്കാർ തല്ലാൻ വേണ്ടി. ഞാൻ വഴി കണ്ടാൽ നിങ്ങളുടെ പൈപ്പോട് പറയുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് സൈഡിൽ പോയി അഹങ്കാരം എന്നല്ല ഇതിനൊക്കെ പറയാം. വല്ലവരും തമ്മിൽ തട്ടിയാലോ? ഭീകരമായ വഴിയാണെങ്കിലും അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ പുതിയ വഴി ഉണ്ടാക്കിയത് ആണ്. എളുപ്പമാണ് ഈ വഴി. മുഴുവൻ കല്ല്. വഴിയിലൊരു കണ്ടില്ലായിരുന്നോ? കാണുന്നില്ലല്ലോ. ഞാൻ കണ്ടല്ലോ വഴി കിടക്കുന്ന കല്ല്. നിക്ക്. ചെറിയ കല്ലുമല്ല, മുഴുത്ത കല്ലായിരുന്നു. ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടു കാണുന്നു. ഇത് കണ്ടോ ഗ്ലേഷ്യർ എന്നാ ഹൈറ്റിലാ നോക്ക്. എൻ്റെ അമ്മ. കൂടുതൽ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു. കാരണം അവിടെ ഉള്ളവർക്ക് ജോലിയും പണിയും പൈസയാകാൻ വേണ്ടി. അപ്പോൾ അവർ വേറെ ഇതിലേക്ക് തിരിയില്ല. അപ്പം അങ്ങനെ ഡെവലപ്പ് ആവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം കണ്ടോ എന്ത് സഹകരിച്ച പട്ടാളക്കാർ നമ്മളെ കയറ്റുകൊടുക്കും. ആരെയും ചെക്ക് വരെയും ചെയ്യുന്നില്ല. അത് സത്യം. പട്ടാളം വളരെ ഫ്രണ്ട്ലി ആയിട്ടാ എല്ലാവരോടും അല്ലേ? അങ്ങനെയൊന്നും ചെക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. അവർക്കതൊരു ഡൗട്ട് തോന്നിയാൽ മാത്രമേ ഉള്ളൂ. എത്ര ആൾക്കാരെ അങ്ങ് എത്തിക്കാവോ അത്ര ആൾക്കാരെ എത്തിക്കുക അവിടെ. നമ്മുടെ സ്ഥലമല്ലേ. അത് മാത്രല്ല, നമ്മൾ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാല് എല്ലാ സപ്പോർട്ടും അവർ ചെയ്യുന്നത് അവർ തന്നെയാ. ലോക്കൽ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇപ്പം വേറെ വഴിയൊന്നുമില്ലല്ലോ. നമ്മളെ പോലെയുള്ളവർ ഇങ്ങനെ ചെല്ലുമ്പോൾ
ഒത്തിരി പണം അവിടെ വീഴും. അപ്പോൾ അവർ ഹാപ്പിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജമ്മുവിലുള്ളവർ ശ്രീനഗറിലുള്ള എൻ്റെ അമ്മോ എന്ത് ഹൈറ്റിലാന്ന് നോക്ക് സ്നോ അല്ലേ. എത്ര ഒരു കാറ് കണ്ടോ, എത്ര കാറിന്റെ ഹൈറ്റിലാന്ന് നോക്കിത്. കുഴി നോക്കൂടെ അടി താഴെ. ഇത് താഴത്തെ ഭയങ്കര ഇത് ഐസാണ് കേട്ടോ. ഈ കിടക്കുന്ന ഐസിന്റെ മുകളിൽ ചെളിയായതാണ്. ഇതും ഐസ് തന്നെ. മാറ്റി പിടിച്ചാലും ഇതുണ്ടോ അപകടം എപ്പം സാധനം അങ്ങോട്ട് ഇടിഞ്ഞു പോകുമ്പോ ചിലപ്പോ ഇവിടെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. അടിയിലടിയിലെ വെള്ളം ഇതിലേക്ക് വെള്ളം അടിയിലടിയിലെ പോട്ടെ. നമ്മുടെ ഇതുപോലെ ഉണ്ട് കേട്ടോ, നമ്മുടെ എല്ലോറ ഗുഹ പോലെ ഉണ്ട്. ഇത് ഇടിഞ്ഞ് താഴ്ന്നിരിക്കും കേട്ടോ. ഇവിടെ നിർത്തി നമുക്ക് വേണേൽ താഴത്തെ ഫോട്ടോ എടുക്കണം. ഫസ്റ്റ് സ്ഥലം വണ്ടി പോയതാ, ഫുൾ ഐസാ. വണ്ടി കയറി വരുന്നത് ഇവിടുന്ന് കോഴി താഴെ കിട്ടാ. റോട്ടിലിപ്പം കല്ല് വീണിട്ട് കല്ല് വീണിട്ട് ഇപ്പം എൻ്റെ മുമ്പിൽ കല്ല് വീണിട്ട് അവർ മാറ്റി, ലോറിക്കാരെടുത്ത് മാറ്റിയ കല്ല്. ഇതുണ്ടോ ഈ സാധനമൊക്കെ ഏത് നിമിഷവും ഒന്ന് മറിഞ്ഞു പോരും. ഇതാ മണ്ണിടിഞ്ഞ് പോരുന്നുണ്ട് കുറേശ്ശെ. ഉണ്ടോ? ഇളകി വരുന്നില്ല ചെറിയ കല്ലുകൾ. താഴെ നമ്മൾ വന്ന വഴികൾ കണ്ട മൊത്തം വഴി മറക്കരുത്. ബ്രേക്ക് കുറവായിരിക്കും കേട്ടോ. ശരിക്കും ആരാ ഇതിലെ റോഡ് വെട്ടാന്ന് കണ്ടില്ല. ഓവർക്കല്ല നല്ല കിട്ടുന്നുണ്ട്. ഏത് മാസമായിരുന്നു? ശരിക്കേ ശ്രീനഗർ വരെ വരുന്നവര് ലേയിലേക്കും ലഡാക്കിലേക്കും പോകാൻ സമയമില്ലെങ്കിൽ അവർ ഈ സോജില പാസിന്റെ മുകളിൽ വന്ന് തിരിച്ചു പോയാലും മതി അല്ലേ. നല്ലൊരു കാഴ്ചയല്ലേ, നല്ലൊരു അനുഭവമാണിത്. അമ്മ ഭീകരമായ വഴിയാണ് ഈ വരുന്നത് കേട്ടോ. ഇതൊക്കെ പുറ്റുപോലെയൊക്കെ നിൽക്കുന്നത്. ആ പാറേനെ പൊളിച്ചിട്ട് ഉണ്ടാക്കിയ റോഡ്. ഇതുണ്ടോ എൻ്റെ വലതുവശം നിൽക്കുന്നതൊക്കെ പുറ്റ്. ഈശ്വരന്മാരെ കാത്തോണം. ഇതുണ്ടോ കല്ലുകളൊക്കെ പൊട്ടി ചീളായിട്ട് മോളിൽ നിൽക്കുന്നുണ്ട്. എന്നും പോരില്ല. ഇതിന്റെ സൈഡിലൊക്കെ സ്നോ ഉണ്ട് കേട്ടോ. അതായത് ഇത് ചെളിയായി കിടക്കുന്നതുകൊണ്ടാണ് ഇത് തിരിച്ചറിയാത്തത്. ഒരു വർഷം അറിയാൻ കണ്ടോ അവിടുന്ന് സ്നോ ഉരുകി വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. റോഡ് കോൺക്രീറ്റും അല്ല, കട്ട. നല്ല ഹൈറ്റിലാണ് കേട്ടോ അത്. ആ പാറ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഹൈറ്റ് തോന്നില്ല എന്ന് മാത്രം. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് സൗകര്യം കൊടുക്കുന്നില്ല. ആ റോഡ് ഇവിടെ വന്ന് കണ്ടോ ജോയിന്റ് ആയ. ഇവിടെയാണ് കയറുന്നത്. താഴെ തിരിയുന്ന റോഡല്ലേ. ഇതിലേ വേണം, താഴെക്കൂടെയും വേണം വരാം. റിസ്ക് ഉള്ള റോഡാണ്. നോക്കാകുമ്പോൾ അതിനെ തിരിച്ചു ഇതിലേ വിടും. രണ്ട് വഴിക്കൂടെയും വേണേൽ പോവാം. അവരോട് ഇതിലേ പൊക്കോളാൻ പറഞ്ഞു. ഇതിലങ്ങനെ വിടുന്നില്ല കേട്ടോ. ഈ വഴിക്കൂടെ നമ്മുടെ വഴിക്കൂടെ അല്ല വിടുന്നത്, താഴെക്കൂടെയാണ് വിടുന്നത്. ഇപ്പൊ അതെന്നാ അറിയാം, മുകളിലെ വഴിക്കാന്ന് തോന്നുന്നു കുറെ കല്ലും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞ് വീഴുന്നത്. ഓൺ ദ ബെൻഡ്, സ്ലോ ബെൻഡ്. ചാലിക്കൂടെ, കുന്നിന്റെ ചാലിക്കൂടെ സ്നോ ഒന്ന് വീഴുന്നതൊക്കെ അത് നോക്കാന്നില്ല. ആ സൈഡിലൊന്നും അടിഭാഗം ഇല്ല കേട്ടോ റോഡിന്റെ. അതായാലും കയ്യായാലും ഏതാണ്ട് സോജില പാസിന്റെ മുകളിലേക്ക് എത്താനായി.
ഹൈറ്റ് അവിടെയാണ്, ഇവിടെയാണ് കൂടുതൽ ഫോളോവേഴ്സ്. ഇനി മുമ്പോട്ട് കുറച്ച് പോയി കയറ്റോ. അഹങ്കാരം അവൻ്റെ ഇതേ ജീപ്പാ താ വിട്ട് കയറിക്ക. ഇതെല്ലാം ഉറച്ചത് തന്നെ, പൊടികളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ അല്ലേ? പൊടികൾ ഫ്രഷായിട്ട് വീഴുമ്പോഴേ പൊടി ഉണ്ടാവും. അങ്ങനെ സോജില പാസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ താഴെ മുഴുവൻ ഐസിൽ സ്കീയിങ് ഒക്കെ നടത്തുന്നുണ്ട് ആൾക്കാർ കേട്ടോ. മഴ പെയ്യുന്നു മറ്റേ റോഡൊക്കെ നനഞ്ഞ് കിടക്കണം. പൊടിയായിട്ട് കൂടെ നടക്കും. എന്താണോ ഇതിന്റെ മുകളിൽ ഇല്ല, ഞാൻ സ്ഥലം ഞങ്ങൾ ഒന്നിച്ച് വന്നു. പിന്നെ റോഡ് മനാലി പോയപ്പോൾ ഞാൻ ഇവിടെ വന്നു. മണാലി ഇതും രണ്ട് വഴിയല്ലേ. എന്ത് ജനം നോക്കി ഇതിന്റെ മുകളില്, സോജില പാസിന്റെ മുകളില് ഇതൊക്കെ നിറയെ ആൾക്കാരുണ്ട്. സോജില പാസ് എത്തുന്നതിന് തൊട്ട് മുമ്പ്, ശ്രീനഗറിൽ നിന്ന് സോജില പാസ് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രദേശമാണ്. ഇഷ്ടംപോലെ ഐസ് ഇങ്ങനെ കൂടിക്കിടക്കുന്നൊരു ഭാഗം. ഇവിടെ വന്നപ്പോഴാണ് ആൾക്കാർ റോട്ടിൽ നിന്ന് ഇറങ്ങി സ്കീയിങ്ങിനൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടിയത്. അപ്പം ഇഷ്ടം പോലെ ഐസിൽ കൂടെ ഓടുന്ന വണ്ടി, സ്കീയിങ്, സ്കേറ്റിങ് എല്ലാം ഉണ്ട് ഇവിടെ. ഈ താഴെ മൊത്തത്തിലേ ഐസിലൊരു ചെളിയുണ്ട്. ഈ അടുത്തൊന്നും സ്നോ പെയ്തിട്ടുണ്ടാവില്ല. ഫ്രഷ് സ്നോ പെയ്യാഞ്ഞിട്ട് പഴയ സ്നോയുടെ മുകളിലേക്ക് ചെളിയൊക്കെ വന്ന് വീണേക്കുന്ന. അതാ ഫ്രഷ് സ്നോ കിട്ടണമെങ്കിൽ ഇതാ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല വൈറ്റ് കളർ, അടിപൊളി. ഇവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇത് കണ്ടോ, ഇഷ്ടം പോലെ ചെമ്മരിയാടുകളെ. എന്തോരാ നോക്ക്. അവരൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നൊരു സമയമാട്ടോ. എത്ര ഹൈറ്റിലാണ് കുന്നു കിടക്കുന്നതൊക്കെ മുകളിലേക്ക്. അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആടുകളെയൊക്കെ ആയിട്ട് പോകും കേട്ടോ അവർ.
എത്ര ആളെന്ന് നോക്ക്. നാട്ടിടയന്മാരും ഉണ്ട് കുറേ പേര്. ഉണ്ടോ? ആടിനെ കൺട്രോൾ ചെയ്യുന്ന വിസിലാണത്. കാർഗിൽ 96 കിലോമീറ്റർ. താങ്ക് യു ഫോർ വിസിറ്റ്. ലേ 326. സോജില ആൾട്ടിറ്റ്യൂഡ് 11,649 ഫീറ്റ്. വെൽക്കംസ് യു ലഡാക്ക്. യു ആർ അറ്റ് സോജില ബോർഡർ ഓർഗനൈസേഷൻ. അതല്ല, അല്ലാതെ ഒരു മഞ്ഞ ബോർഡൊക്കെ ഉണ്ടാകണ്ട. അന്ന് മഞ്ഞായിരുന്നു. ഇത് നാഷണൽ ഹൈവേ ആകുമ്പോൾ പച്ച ബോർഡ്, സ്റ്റേറ്റ് ഹൈവേ ആകുമ്പോൾ മഞ്ഞ ബോർഡ്. ഇത് കണ്ടിട്ടുണ്ട്. അതെ, ഇവിടെയൊക്കെ എന്തൊക്കെയോ പുതിയ കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ, അല്ലേ? റോഡോ മറ്റേ സാധനം പോകുന്നതിൻ്റെ കടലിൻ്റെ ആ. കടല് പണിയുമ്പോൾ അതിനെ പൊട്ടിച്ച് പുറത്തേക്ക് സാധനം കളയണം. ഈ സോജില പാസ് ഇനി വലിയ താമസിക്കാതെ തന്നെ ഇല്ലാതാകും. കാരണം സോജില ടണൽ വരുന്നതോടുകൂടി സോജില പാസ് പ്രസക്തി ഇല്ലാതാവും. പിന്നെ സാധാരണ സിവിലിയൻസിനെ ഇങ്ങോട്ട് കയറ്റി വിടുമെന്നുള്ള ഡൗട്ട്. സോജില ടണൽ വെന്റിലേഷൻ ഷിഫ്റ്റ്. അതാ ഇത് വെന്റിലേഷൻ ഷാഫ്റ്റാണ്. സോജില ടണലിൻ്റെ വെന്റിലേഷനാണിത്. ഇതുണ്ടോ? വെന്റിലേഷൻ ഷാഫ്റ്റാണ്. അതിലേക്കാണ് കൊടുക്കുന്നത്. അടിയിലേക്ക് എയർ വേണമല്ലോ. അതിൻ്റെ കോൺവേ പ്രശ്നമല്ല. ഇവിടെ ആ വാലിയിൽ പോയാൽ പട്ടാള വണ്ടി കോൺവോയ് ആയിട്ട് കിടക്കുന്നുണ്ടോ? എത്ര എണ്ണ! സോജില വാലി ഇതുണ്ടോ? ഇവിടെയൊക്കെ എത്ര കനത്തിൽ ഐസ് കിടന്നിട്ടുണ്ടാവും. അതൊക്കെ ഉരുകി തീർന്നിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും ഉരുകി ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ ഉരുകി വരുന്നത് ഈ താഴെ വാലിയിലാണ് കിടക്കുക. ഇവിടെയാണ് ടാർഗറ്റ്. ആർക്ക് മരിച്ചു ഒരു സ്ഥലത്ത് സോജില വാർ മെമ്മോറിയൽ അല്ലേ? ഇവിടെ കേട്ടോ അവർ ക്യാമ്പ് നിർത്താൻ പാടില്ല. ഇതെനിക്കൊന്നേ അവരുടെ ആരോ വന്നതാ. ലെഫ്റ്റ് സൈഡിൽ പട്ടാളത്തിൻ്റെ ക്യാമ്പാണ് കേട്ടോ. നമ്മളത് കാണിക്കുന്നില്ല. ചെറുതാണ്. പിന്നെ നിങ്ങൾക്ക് എത്ര കിലോ വേണ്ടേ? 25 കിലോ. ആടുകൾ ഇങ്ങനെ നടന്നു പോകുന്നു. ഇവരൊക്കെ എത്ര കിലോമീറ്റർ നടക്കുമോ ആട്? ഇത് നമ്മുടെ പാലിനെടുക്കുന്ന ആട്, ഇറച്ചിക്ക് പോകുന്ന ആട്. ആ മലയിൽ നമ്മുടെ നാട്ടിലെ ആടല്ലല്ലോ ഇത്. കാർഗിലിൽ നിന്ന് 2 കിലോ മട്ടൻ മേടിച്ചു. നമുക്ക് ഇവിടെ ഇട്ടിട്ടിരിക്കും. സോജില ടണലൊക്കെ കഴിഞ്ഞ് കുറച്ച് പോകുന്നതോടുകൂടി മൊത്തം ഭൂമിയുടെ ഒരു ഘടന തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് പലതരത്തിലുള്ള മണ്ണുകൾ.
പാലങ്ങളല്ല, മണ്ണിന്റെ ഇത് അപ്പൊ കണ്ടോ? ഞങ്ങള് കുറച്ച് നേരം പല വഴിക്ക് കളറില്. തീവ്രവാദിയൊക്കെ ഉണ്ടായിരുന്നു. ആ. പെട്ടെന്ന് പട്ടാൾക്കാരുണ്ടായിരുന്നോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടാണ്. തീവ്രവാദിയോട് പറഞ്ഞു നീ പൊക്കോ, ഞങ്ങൾ അതിനേക്കാളും വലിയ തീവ്രവാദിയാണ് അല്ലേ? കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പേടിച്ചു പോയി. Look at these guys! My God! പുതിയ വ്ളോഗേഴ്സ് ആണ് കേട്ടോ. കള്ളപ്പടി എല്ലാരും കൂടെ നോക്കിയിരിക്കുക കള്ളന്മാര്. ഇതൊക്കെ നല്ല ശമ്പളം വാങ്ങുന്ന ടീമുകളാണ് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട്. മണലൊന്നുമില്ല, അതൊക്കെ ഉടായിപ്പാ. പണിക്കാരൊക്കെ വെറും ഉടായിപ്പാ നോക്കി നിൽക്കുവാ. ഞാൻ പറഞ്ഞ പൂവാ ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്നു. എന്ത് കൊമ്പും പൂവാ അവിടെ പൂവുണ്ട്, മഞ്ഞപ്പൂവുണ്ട്. മഞ്ഞല്ലല്ലോ, വയലറ്റ് ആണല്ലോ. കണ്ടോ, പറിക്കണോ? വയലറ്റ് പൂവൊക്കെ നല്ല. ഇനി അങ്ങോട്ട് പൂക്കളുടെ കാലമാ. അത് ക്വാളിറ്റി കുറവുള്ളതാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ മേടിക്കുന്ന സാധനം അത്. വെൽക്കം ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി കാർഗിൽ. അവർക്ക് സംശയം തോന്നുന്നു. പണിക്കാർ പിന്നെ സംശയിക്കാൻ നമ്മുടെ അടുത്ത് നോക്കും. നമ്മുടെ അടുത്ത് അവര് സംശയിച്ചാൽ നമുക്ക് നമ്മുടെ അടുത്ത് പോകുമ്പോണ്ടോ? കാർഗിൽ 84 ദ്രാസ് 25 കിലോമീറ്റർ. പേടിപ്പിക്കാനുള്ള ഇതുണ്ട്. അങ്ങനെ കാർഗിൽ ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പാസ് എടുക്കണം അവിടുന്ന്. ഒന്നും എടുക്കണ്ട, പൊക്കോളാൻ പറഞ്ഞു. അവിടുന്ന് അമ്മമാരൊക്കെ പാസ് എടുക്കുന്നു. അങ്ങോട്ട് പോകുമ്പോൾ എടുക്കണം തോന്നുന്നു അല്ലേ? എന്ത് പാസ്? ഇപ്പൊ പാസ്സൊന്നുമല്ല, പാസ്സൊക്കെ ഇത് കണ്ടുപിടിച്ചോ? ഹോട്ടൽ ഗേറ്റ് ആൻഡ് റെസ്റ്റോറൻറ്റ് കേട്ടോ. നിർത്തണമായിരുന്നോ? കളറും ആ ചാര കളറും ആ ഭൂമി. ഇതേത് വലിയാണ്? വില്ലേജ് നാത്യാൻ ഫീഡിംഗ് വൈൽഡ് ലൈഫ്. വില്ലേജ്. ആ ഇതാ മാത്രേ വില്ലേജ് മഠായൻ. മഠായൻ എന്താ സംഭവമാണിത്? ഒരു വില്ലേജ് ആണിത്. കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കണ്ട വലിയ സിന്ധു ആണോ? സിന്ധു അതാണോ? അങ്ങോട്ട് ഒഴിയത് അല്ല, അത് എവിടുന്ന? ഹിമാലയ. 2 3 കണ്ടുണ്ടോ? ജലം നദി ഉണ്ട്, പിന്നെ ഒന്ന് ഒരു സ്ഥലത്ത് ചെനാബുണ്ട്, ഒരു സ്ഥലത്ത് എത്തുമ്പോഴല്ലേ അതിന് പേര് വരുന്നത്. പിന്നെ സിന്ധു ഉണ്ട്. സിന്ധു ഉണ്ട്, ഭാരതി ഉണ്ട്. അപ്പം ഇവിടുത്തെ കല്ലാടു കല്ല്. വണ്ടികളുടെ ബ്ലോക്കിനേക്കാളും കൂടുതൽ ഈ ആടുകളുടെ ബ്ലോക്കാ റോഡില്. ഒരു രക്ഷയില്ല, നിറയെ ആടുകളാ. എനിക്കൊരു കാറ്റടിച്ച് ആ കല്ലിങ്ങനെ പൊടിഞ്ഞ് വീഴുന്നുണ്ടോ? ശരിക്കും അടിയിലുള്ള ശരിക്കും അരിച്ചെടുത്തു കഴിഞ്ഞാൽ മിറ്റിലും എംസാൻഡും ഒക്കെ അല്ലേ? ഒരു ക്രഷറിന്റെ അരിപ്പ മാത്രം മതി, ക്രഷറിന്റെ ആവശ്യമില്ല. ആ, അരിപ്പ മാത്രം മതി. എംസാൻഡ്, മിറ്റില്, ചിപ്സ്, ബോളർ, എല്ലാ സാധനവും അതിനകത്ത് കിട്ടും. അത് ഇവിടെ യുദ്ധം ഉണ്ടായ സ്ഥലത്ത് അതുകൊണ്ട് കേട്ടോ, എൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ശരിയല്ലേ? ഒരു വർഷമൊന്നുമല്ല, മറ്റേ വണ്ടിയിലായിരുന്നു ഇപ്പോൾ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊതി കിട്ടുന്നു ആൾക്കാരുടെ. പോലീസ് സ്റ്റേഷൻ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ദ്രാസിൽ ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട് വലിയ. സവാള വാങ്ങണേ ഇവിടെ കിട്ടും കേട്ടോ, സവാള ഗ്രീൻ. നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയലിൽ എത്തിയിരിക്കുകയാണേ. കാർഗിൽ വാർ മെമ്മോറിയലാണ് അപ്പുറത്തുള്ളത്. വാർ മെമ്മോറിയൽ കാണാം. ബൈക്ക് അമ്മച്ചി മുടിയൊക്കെ നിറച്ച്
celebrating victory of Kargil war. ഫോട്ടോ എടുക്കാൻ ക്യാമറ എടുക്കും. കാർഗിൽ വാർ മെമ്മോറിയൽ. स्लीपर में अलाउड नहीं है, सीट मिल जाएगी। കാർഗിൽ വാർ മെമ്മോറിയൽ. ഇതിൽ ഈ ഭാഗത്ത് ഈ സ്നോ കാണുന്ന ഈ ഭാഗത്തു നിന്നാണ് അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് യുദ്ധം. അവിടെ എത്തിയപ്പോഴാണ് സംഭവം നമ്മൾ അറിയുന്നു പോലും. അവിടുന്ന് ആണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഭാഗം, ഈ കാർഗിൽ വാർ മെമ്മോറിയൽ നിൽക്കുന്ന ഭാഗത്തൊക്കെ വെടിയുണ്ടകൾ വന്ന് വീണാന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ടൈഗർ ഹിൽ എന്ന് പറയുന്ന ഭാഗം ആ അറ്റത്ത് കാണുന്ന ആ മലകളാണ്. ഈ മലകളിലാണ് ടൈഗർ ഹിൽ എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗത്താണ് ലാസ്റ്റ് ഫൈറ്റിംഗ് നടന്ന സ്ഥലം. ഒരു റോഡ് സൈഡിൽ നിന്ന് വരുന്ന വഴിക്ക് ഇതുണ്ടോ, അടിപൊളി ഫ്ലവർ. എന്താ ഭംഗി നോക്കി. അടിപൊളിയല്ലോ. കാർഗിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ നിന്ന് ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇതുണ്ടോ, സൂര്യൻ അസ്തമിച്ചില്ല, പക്ഷേ ഇവിടെ രണ്ട് കുന്നുകൾക്കിടയിലായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ട് പോലെയായി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ പുഴത്തീരത്ത് എന്നിട്ട് 10ാമത്തെ ദിവസം ആദ്യമായിട്ടാണ് ടെൻ്റ് അടിക്കുന്നത്. അതെ. അപ്പോൾ ഇന്ന് മുതൽ ഇതുവരെ താഴെ ടൗണിൽ കൂടെ ഉള്ള യാത്രയായിരുന്നല്ലോ. ഇനി നമുക്ക് ടൗണുകൾ കിട്ടാത്തതിൻ്റെ പേരിൽ ടെൻ്റ് അടിച്ച് ആണ് ഇനി അങ്ങോട്ടുള്ള യാത്രകൾ. സ്വന്തം ഭക്ഷണം ഉണ്ടാക്കുകയും കൂടെ ചെയ്യും. ഇതുണ്ടോ, കാട്ടിൽ നിൽക്കുന്ന ഒരു ചെടി. നേരത്തെ കണ്ട അതേ ചെടി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലത്തെ ചെടി തന്നെയാണെന്ന് തോന്നുന്നു. കേട്ടോ, എന്ത് ഭംഗിയാണ് നോക്ക്. അടിപൊളി. ഇവിടെയുള്ള ചെടികൾ പോലും ഭയങ്കര സൗന്ദര്യം. അത് കണ്ടോ, എന്താ ഭംഗി നോക്കിയോ ചെടി. ഇതൊക്കെ പുഴ എത്ര ശക്തിയിലാണ് ഒഴുകാൻ നോക്കിയാൽ. ഐസ് ഉരുകി വരുന്ന വെള്ളമാണ് കേട്ടോ. ഫുള്ള് ഐസ് ഉരുകി വരുന്ന മാത്രം വെള്ളം. അതിനകത്ത് തൊട്ടാൽ ഐസ് തൊടുന്ന പോലെ തണുപ്പാണ്. ഇവിടെ പണി ആരംഭിച്ചു കഴിഞ്ഞു. വാ വാ. ആദ്യം സൂപ്പിലാണോ? വെരി ഗുഡ്. ആദ്യം സൂപ്പേ തുടങ്ങണം. ഇതുണ്ടോ, ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സാധനം ഇനിയും കുറേ ഇറങ്ങാറുണ്ട്. ഇനി കാണിച്ചു തരാം ഞെട്ടുന്ന. ഇതുണ്ടോ, എന്ത് സാധനമാണ് നോക്കി ഇതിനകത്ത് നിന്ന് ഇറങ്ങിയത്. ഇത് കണ്ടോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സാധനം അത് മുഴുവൻ.
എൻ്റെ അമ്മോ, ഇതും പോരാ, അപ്പുറേ ഉണ്ട് കുറേ. ഈ സാധനങ്ങൾ മുഴുവൻ ഈ വണ്ടിയുടെ ബേക്കിൽ നിന്ന് ഇറങ്ങിയതാണ്. പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഇവിടെ ഈശ്വര, ഇനിയുണ്ട്. ഇത് കണ്ടോ, ബക്കറ്റുകൾ, ജാറുകൾ എല്ലാം ഇതിനകത്ത് വേറെ. നിങ്ങളെ കാലിൽ ചേർത്തിക്കുന്ന ബോക്സിൽ ടയോട്ട കാണണ്ടട്ടാ, ടയോട്ടയുടെ ഡിക്കി കൊണ്ട സാധനങ്ങൾ. അങ്ങനെ കിടക്കാനുള്ള ബെഡുമായി. ഇതുണ്ടോ, പമ്പാണിതേ. അതുകൊണ്ട് പമ്പ് കൊണ്ട് അടിച്ച് സെറ്റ് ചെയ്ത ഇത് കണ്ടോ ബെഡ്. ഇത് ശരിക്കും സിംഗിൾ ബെഡാണ്. ഇതിന് ഈ ടെൻറ്റ് ശരിക്കും രണ്ടാൾക്ക് ഡബിളാണ്, രണ്ടാൾക്ക് കിടക്കാൻ പറ്റിയതാണ്. പക്ഷേ ഈ എയർ അടിക്കുന്ന ബെഡ് സിംഗിളാണ്. അതുകൊണ്ടാണ് ഇത്ര ചെറുതായപ്പോൾ. ശരിക്കും രണ്ടാളുടെയാണ് ഇത് നിറഞ്ഞ് ഈ ബെഡ് ഉണ്ടാകും. അപ്പോൾ സുഖമായിട്ട് രണ്ടാൾക്ക് ഇതിനകത്ത് കിടക്കാം. ഇത് സിംഗിളായതുകൊണ്ട് ഒരാൾക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റുള്ളൂ ബെഡിൻ്റെ മുകളിൽ. സൂപ്പർ. ഇനി അടിയിൽ നിന്ന് തണുപ്പോ അല്ലെങ്കിൽ കല്ല് കുത്തുന്ന പ്രശ്നം അതൊന്നും ഉണ്ടാവില്ല. സുഖമായിട്ട് കട്ടിൽ കിടക്കാം. അതാണ് എൻ്റെ കൊച്ചം. അടിപൊളി. ഇതാ അടുത്ത ടെൻറ്റ്. ഇതുണ്ട്. ഇത് സുഖമായിട്ട് 4 പേർക്ക് കിടക്കാൻ പറ്റിയ ടെൻറ്റാണ് കേട്ടോ. ഇത് 4 പേർക്ക് ഇതിനകത്ത് സുഖമായിട്ട് കിടക്കാവേ. ഇതിനകത്ത് 4 പേർക്ക് കിടക്കാൻ പറ്റിയ, അതുപോലെ എയർ അടിക്കുന്ന ഒരു ബെഡും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് അടിയിൽ നിന്ന് കല്ല് കുത്തുന്നതോ അതിൻ്റെ ചെരുവിൻ്റെ ഒരു പ്രശ്നവും വരത്തില്ല. സുഖമായിട്ട് ബെഡിൽ കിടക്കാം. എയർ അടിച്ച് അതങ്ങ് നിറച്ചാൽ മതി. പിറ്റേ ദിവസം പോകുമ്പം അതിനകത്ത് എയർ അങ്ങ് കളഞ്ഞാൽ മതി, സംഗതി കാലിയാവും. അടിപൊളി. ഇതുണ്ട് സെറ്റപ്പ്. മഴയൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു കവറും കൂടി ഉണ്ട് കേട്ടോ. മഴയുടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കവറും കൂടി ഇടാത്തത്. കണ്ടോ, കല്ലൊക്കെ വെച്ച് എല്ലാ ഭാഗവും ടൈറ്റായിട്ട് കെട്ടിയേക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് കാർഗിലേക്ക് ഒരു 1.5 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ, കാർഗിൽ ടൗണിലേക്ക്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളിവിടെ താമസിക്കാൻ വേണ്ടി നോക്കിയതാണ്. വേറൊരു സ്ഥലം നമ്മൾ തപ്പിപ്പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമുക്ക് നാളെ കാണാം ലേയിലേക്കുള്ള യാത്ര.